പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് പുതിയ ഒരു പാഠം പഠിക്കുകയാണ്. ഈ 3 മാസക്കാലം നമ്മൾ കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ചായിരിക്കും പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ഒരു പുതിയ പാഠം പഠിച്ചു. വീണ്ടും 2ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 2ാമത്തെ പാഠത്തിൻ്റെ തലവാചകം ക്രൂസിൻ്റെ ദൂത്. ക്രൂസിൻ്റെ ദൂത്. നമുക്കതിൻ്റെ ആപ്തവാക്യം ഒന്ന് നോക്കാം. മനപ്പാഠവാക്യം അതിപ്രകാരമാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. അത് ഞാൻ വായിക്കാം. കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. 2 കൂട്ടരെക്കുറിച്ചാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ പ്രതിപാദിക്കുന്നത്. 1 നശിച്ചു പോകുന്നവർ, 2 രക്ഷിക്കപ്പെടുന്നവർ. അപ്പോൾ നശിച്ചു പോകുന്നവർക്ക് ക്രൂസിൻ്റെ വചനം ദൂത എന്ന് പറയുന്നത് അത് ഭോഷത്വമാണ്, വിഡ്ഢിത്തരമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നതായ നമുക്ക് അതെന്താണ്? അത് ദൈവശക്തിയാകുന്നു. ആദ്യമായിട്ട് നമുക്ക് ക്രൂസ് എന്തിനെയൊക്കെയാണ് കാണിക്കുന്നത് എന്നൊന്ന് നോക്കാം. റോമൻ കാലഘട്ടത്തെ ക്രൂസ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ടോർച്ചർ, പീഡനത്തെയാണ് ക്രൂസ് പ്രതിനിധീകരിച്ചത്. അതേപോലെ തന്നെ നാണക്കേടിനെയാണ്. അതേപോലെ തന്നെ അത് വധശിക്ഷയാണ് കാണിച്ചത്. അല്ലെങ്കിൽ റോമൻ കാലഘട്ടത്ത് ക്രൂസ് എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്ടരായിട്ടുള്ള ആളുകളെ കൊല്ലുവാൻ ഉപയോഗിക്കുന്നതായ ഒരു ടൂൾ ആയിരുന്നു. അതുകൊണ്ടാണ് അതിനെ പീഡനത്തിൻ്റെ, പിന്നെ നാണക്കേടിൻ്റെ, വധശിക്ഷയുടെ പ്രതീകമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതൊരിക്കലും ഒരു മാന്യമായിട്ടുള്ള സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഒരു സിമ്പൽ അല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ കാലഘട്ടത്തെ ജീവിച്ചിരുന്നതായ, അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്നതായ ഒരു വലിയ എഴുത്തുകാരനും വാഗ്മിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സീസറോ. സീസറോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തി: ശിക്ഷയ്ക്കുള്ള മാർഗമെന്ന ആശയം മനസ്സിൽ നിന്ന് നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ ക്രൂശ് ശിക്ഷിക്കാനുള്ള ഒരു ഉപകരണമാണ് എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ട്. ഇനിയും പേജനിസം ക്രൂസിനെ കണ്ടിരുന്നത് ദിവ്യമായ ഒന്നായിട്ടാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അത് അവരുടെ സൺ ഗോഡിൻ്റെ സിമ്പലായിട്ടാണ് അവർ ക്രൂസിനെ കണ്ടിരുന്നത്, പേജനിസം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണുന്നതിനുള്ള ഒരു സിമ്പലാണ്. അല്ലെങ്കിൽ ക്രൂശിലൂടെ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഒരു ക്രിസ്ത്യാനി വീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു
ലജ്ജയുടെ ഒന്നല്ല. അതേപോലെ തന്നെ അത് പരാജയത്തിൻ്റെ ഒന്നല്ല. പിന്നെയോ അത് വിജയത്തിൻ്റെ സിംബലായിട്ടാണ്, അടയാളമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി ക്രൂശിനെ വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്ത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, നമ്മൾ നേരത്തെ വായിച്ച അതേ വാക്യം. പൗലോസ് പറഞ്ഞത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു എന്ന്. അപ്പം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, ഫൂളിഷ്നെസ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ലാഭം ഒന്നുമില്ല. അവർക്ക് അത് ലജ്ജയുടെ ഒരു അടയാളമായിട്ടാണ് അവരിതിനെ വീക്ഷിക്കുന്നത്. പിന്നെ അവർക്ക് അതിൽ നിന്നും ശക്തിയൊന്നും ലഭിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് അൺനെസസറി തിങ്, എ വേസ്റ്റ്. ഇതാണ് നശിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറഞ്ഞാൽ. അവർ വിശ്വസിക്കുന്നത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നതായ ഭോഷന്മാർക്ക് ക്രൂശ് എന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് അവൻ്റെ ശക്തിയാകുന്നു, അവൻ്റെ ബലമാകുന്നു. അവനെ ക്രൂശ് ജ്യോതിപ്പിക്കുന്നു, എൻലൈറ്റൻ ഹിം. പിന്നെ അവനെ ഉയർത്തുന്നു, അവനെ ആവേശഭരിതനാക്കുന്നു. മാത്രമല്ല അത് തൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയായിട്ടാണ് ക്രൂശിനെ അവൻ വീക്ഷിക്കുന്നത്. ഇനി അതൊന്നുമല്ല, താൻ ആരാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ, നമ്മൾ ആരാകുന്നു എന്നാണ് ക്രൂശ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ കാര്യത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ 4 കാര്യങ്ങളെയാണ് ക്രൂശിലൂടെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മനുഷ്യർക്കുമുള്ള ഇടയിലുള്ള അനുരഞ്ജനത്തിൻ്റെ പ്രതീകമായിരുന്നു ക്രൂശ്. മനുഷ്യനും ദൈവവും അവർക്ക് മധ്യേയുള്ള അനുരഞ്ജനത്തിൻ്റെ പ്രതീകമായിരുന്നു ക്രൂശ്. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയാണ് അതിനെ കണ്ടത്. വീണ്ടും അദ്ദേഹം പറയുന്നത്, യേശുവിൻ്റെ താഴ്മയുടെ പ്രതീകമാണ് ക്രൂശ്, ക്രൂശിലെ മരണത്തോളം എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു, ക്രൂശ് എന്ന് പറയുന്നത് കടം വീട്ടലിൻ്റെ പ്രതീകമാണ്. അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ദൈവശക്തിയുടെ പ്രതീകമാകുന്നു ക്രൂശ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് 1-ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഞായറാഴ്ചത്തെ ഭാഗം, ക്രൂശിൻ്റെ സുവിശേഷം. ക്രൂശിൻ്റെ സുവിശേഷം ഇത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായ വാക്കുകളാണ്. ക്രൂശിൻ്റെ സുവിശേഷമെന്ന്. അതായത് എന്തുകൊണ്ട് ക്രൂശ് സുവിശേഷത്തിൻ്റെ പ്രതീകമായി മാറും? ആരാണ് അതിനെ സുവിശേഷമാക്കി മാറ്റിയത്? എന്താണ് ആ സുവിശേഷം? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രൂശിൻ്റെ സുവിശേഷമെന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഉദിച്ച് ഉയരുന്നതായ കാര്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കിയവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം എഴുതി. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ
ക്രൂശിൻ്റെ പ്രാധാന്യം, ക്രൂശിൻ്റെ സുവിശേഷം, അത് എന്ത്, എങ്ങനെ, എപ്രകാരം എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ത്തിൻ്റെ ഉത്തരം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്? ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. പൗലോസ് അപ്പോസ്തലനെ നമുക്കറിയാം, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, താർക്കികനായിരുന്നു, പരീശനായിരുന്നു, റബി ആയിരുന്നു, ഫിലോസഫറായിരുന്നു, സഹദ്രീൻ സംഘത്തിൻ്റെ അംഗമായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അങ്ങനെ എല്ലാം ആയിരുന്നതായ പൗലോസ് അപ്പോസ്തലൻ അവസാനം പറയുകയാണ്, എനിക്കിതൊന്നുമല്ല പ്രശ്നം, എനിക്ക് പ്രശ്നം ക്രൂശിൻ്റെ ദൂതാകുന്നു എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഉന്നയിക്കുന്നതായ പ്രധാന ആശയം നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അനേകം കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ പ്രധാനമായും 2 കാര്യങ്ങളെയാണ് പൗലോസ് അപ്പോസ്തലൻ മുൻപോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് ദൈവജ്ഞാനം, മറ്റത് മനുഷ്യജ്ഞാനം. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ്? ദൈവജ്ഞാനവും മനുഷ്യജ്ഞാനവും. ദൈവജ്ഞാനവും മനുഷ്യജ്ഞാനവും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ജ്ഞാനം എന്ന് നമ്മൾ പഠിക്കണം. ഞാൻ പണ്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എൻ്റെ തോന്നൽ, ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങളുണ്ട്: ഇൻഫോർമേഷൻ, നോളജ് ആൻഡ് വിസ്ഡം. ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ വിവരങ്ങൾ, ഇറ്റ് ഈസ് ഡേറ്റാസ്, കളക്ഷൻ ഓഫ് ഡേറ്റ, വിവരങ്ങൾ. നോളജ് എന്ന് പറയുമ്പോൾ ആ വിവരങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്നും കിട്ടുന്നതായ അറിവ്. വിവരങ്ങളെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, അതിനെ നാം എല്ലാം ഒത്തുനോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അറിവെന്ന് പറയും. ഇനി വിസ്ഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയതായ ഈ അറിവുകളെ എപ്പോൾ, എവിടെ, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള തിരിച്ചറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ജ്ഞാനം ലഭിച്ചിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഉള്ളത് ഇൻഫോർമേഷൻ ആൻഡ് നോളജ്, അല്ലേ? നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, വി ആർ ഗെറ്റിംഗ് ദ ഇൻഫോർമേഷൻ ആൻഡ് വി ആർ ഗെറ്റിംഗ് നോളജ്, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് വിസ്ഡം. ഈ കിട്ടിയതായിട്ടുള്ള ഇൻഫർമേഷനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അത് പകർത്തുമ്പോഴാണ് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളത് പഠിക്കുന്നുണ്ട്, ബട്ട് അതിനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദൂത് എന്ന് പറയുന്നത് ഈ ക്രൂശിൻ്റെ സുവിശേഷമായിരുന്നു. ആ ജ്ഞാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൂത് എന്ന് പറയുന്നു. അദ്ദേഹം പ്രസംഗിച്ചത് ക്രൂശിൻ്റെ ദൂത് ആയിരുന്നു. അത് വളരെ പവർഫുള്ളാണ്, ശക്തമാണ്. അതുകൊണ്ട് ഇന്ന് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. അവിടെയാണ് നമ്മൾ ആത്മീയതയും റിലീജിയനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ആത്മീയത, സ്പിരിച്വാലിറ്റി, അതാണ് സഭയുടെ ദൗത്യം.
ദൂത് ഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്നാനപ്പെടുത്തുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ പരമമായ ലക്ഷ്യം. വിശ്വസിച്ച് കടന്നു വരുന്നവരെ സ്നാനപ്പെടുത്തുക. പക്ഷേ സഭ ചെയ്യേണ്ടത് സുവിശേഷീകരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഭയാകുമ്പോഴാണ് പലപ്പോഴും അതിനകത്ത് സംഘടനാ ബോധം ഉൾക്കൊള്ളുന്നത്, അവിടെ നിയമങ്ങൾ വരുന്നത്, അവിടെ സ്നാനം കാര്യങ്ങളെല്ലാം അപ്പോഴാണ് വരുന്നത്. എന്നാൽ ആത്മീയതയിൽ ഇതൊന്നുമില്ല. ദൈവത്തിൻ്റെ ഗോയി, നിങ്ങൾ നിങ്ങൾ എൻ്റെ സുവിശേഷം രാജ്യത്ത് എല്ലായിടത്തും ഘോഷിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. അപ്പോൾ പൗലോസ് പ്രസംഗിച്ചത് ഈ ആത്മീയതയായിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയുള്ള ജ്ഞാനം പൗലോസ് അനുഭവിച്ചു, അറിഞ്ഞു. അതാണ് അദ്ദേഹം കൊരിന്തിൽ പ്രസംഗിക്കുന്നത്. എന്നാൽ അഥേനയിൽ നമ്മൾ നോക്കുമ്പോൾ മറിച്ചാണ്. എങ്ങനെ? അഥേനയിൽ അരയോപകുന്നിൽ അദ്ദേഹം പണ്ഡിതന്മാരോടും അറിവുള്ളവരോടും എലൈറ്റ് വൺസ് അവരോട് അദ്ദേഹം സംസാരിച്ചത് ക്രൂശിൻ്റെ വചനമല്ല, പിന്നെയോ അവിടെ അദ്ദേഹം പറഞ്ഞത് യുക്തി, തത്വചിന്ത, ശാസ്ത്രം ഇതൊക്കെ കോർത്തിണക്കിയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പ്രസംഗം. അതുകൊണ്ട് അഥേനയിൽ അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ കൊരിന്തിൽ നേരെ തിരിച്ചാണ് അദ്ദേഹം ചെയ്തത്. കൊരിന്തിൽ ശക്തമായി ക്രൂശിൻ്റെ വചനം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അനേകർ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗമെന്ന് പറയുന്നത് ക്രൂശിൻ്റെ വചനം ആയിരിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗം, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. അതായത് നമ്മൾ ആപ്തവാക്യത്തിൽ കണ്ടു നമ്മൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. ഒന്നാമത്തെ അതിൻ്റെ ഭാഗമാണ്, ആ മനപ്പാഠവാക്യത്തിന്. നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമാകുന്നു. അവിടെ മനുഷ്യൻ്റെ ഭോഷത്വം, ദൈവത്തിൻ്റെ ജ്ഞാനം, ഇത് തമ്മിൽ ഈസ് മേക്കിംഗ് എ കമ്പാരിറ്റീവ് സ്റ്റഡി. ഇതിനെ രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്ന ഇതാണ്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. 1 കൊരിന്ത്യർ 1:18 വാക്യം. അദ്ദേഹം വീണ്ടും പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ, അദ്ദേഹം ആ ഭാഗം മുഴുക്കെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. എങ്കിലും അവിടെ ഒരു പ്രധാനപ്പെട്ട 3 വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിൽ 20 വാക്യത്തിൽ പറയുന്നത്, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ. 21 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിന് ഭോഷത്വം. ഇനി 23, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഘോഷിക്കുന്നു. ഞങ്ങൾ ഘോഷിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ലോകത്തിൻ്റെ ജ്ഞാനം അതെന്താണ്? ദൈവം മുൻപാകെ ഭോഷത്വമാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിനും ഭോഷത്വമാകുന്നു എന്നാണ്. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇവിടെ ശരിക്കും ഭോഷത്വം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭൗതികമായ കുറവല്ല, മറിച്ച് അധാർമികമായ പെരുമാറ്റം, ചിന്ത, വിവേചനക്കുറവ്, ദൈവത്തിനെതിരെയുള്ള മത്സരം. ഇതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ശരിക്കും ലോകത്തിൻ്റേതായ ജ്ഞാനം അത് ഭോഷത്വമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. നോക്കുക,
ലൗകികമായിട്ടുള്ള എല്ലാ ജ്ഞാനങ്ങളും ഭോഷത്വമാകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ശാസ്ത്രം, സയൻസ് ഒക്കെ നാം പഠിക്കുന്നവരാണ്. അതുകൊണ്ട് അതെല്ലാം ഭോഷത്വമാണ് എന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പിന്നെയോ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇതിനെയാണ് ദൈവത്തോട് എതിർക്കുന്നതായ സിദ്ധാന്തങ്ങൾ, അധാർമികതയിലുള്ള പെരുമാറ്റങ്ങൾ, പിന്നെ വിവേചനക്കുറവ്, ദൈവത്തിനെതിരെയുള്ള മത്സരം, ഇതിനെയൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഭോഷത്വം എന്ന് പറയുന്നത്. ഈ കൊരിന്തിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ സുവിശേഷത്തെ കൊരിന്തിലുള്ളവർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. കൊരിന്ത് എന്ന് പറയുന്നത് ഒരു വലിയ പട്ടണമാണ്. അത് പ്രത്യേകിച്ചും അത് ഗ്രീസിലുള്ള ഒരു പട്ടണമാണ്. പഴയ കാലഘട്ടത്തെ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണമാണ്. അതേപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇസ്തുമിസ് കടലിടുക്കിൻ്റെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യാപാര വ്യവസായ സംബന്ധമായി മുൻപിൽ നിൽക്കുന്നതായ ഒരു പട്ടണം കൂടെയായിരുന്നു. ആ പട്ടണത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചത്. കാരണം അനേക ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പട്ടണത്തിലേക്ക് എത്തുന്നവരായിരുന്നു. അങ്ങനെ ഈ പട്ടണത്തിലേക്ക് എത്തുന്നത് കൊണ്ട് അവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചാൽ അത് ലോകത്തിലെമ്പാടും എല്ലായിടത്തേക്കും പകർത്തപ്പെടും, പകർന്നു ചെല്ലും, ഒഴുകിയെത്തും എന്ന് പൗലോസ് അപ്പോസ്തലന് നല്ല വ്യക്തതയുണ്ടായി. അതുകൊണ്ട് ആണ് അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ചത്. അവിടെ എന്താണ്? ലോകത്തിന് ഭോഷത്വം എന്ന് തോന്നുന്ന ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിച്ചത്. ലോകത്തിന് ഭോഷത്വമെന്ന് തോന്നുന്നതായ ക്രിസ്തുവിനെ. കാരണം ഈ പട്ടണം ഭൗതികമായി ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു. അവിടെയുള്ള യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായി. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്ന് ആയിരുന്നില്ല. അവർക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിപരമല്ല, അതിൽ പുതുമയൊന്നുമില്ല, അതിൽ ലോജിക്കില്ല, അതിൽ ഫിലോസഫി ഇല്ല. ഈ കാരണങ്ങളാൽ ഇറ്റ് വാസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ദം. അതുകൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളവും യവനന്മാരെ സംബന്ധിച്ചിടത്തോളവും ഇത് ഫൂളിഷ്നെസ് ആയിരുന്നു. അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനമെന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫൂളിഷ്നെസ്, വിഡ്ഢിത്തരമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ച നിന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായിട്ട് ഈ ക്രൂശിൻ്റെ വചനം പ്രസംഗിച്ചത്. അപ്പോൾ നമ്മൾ ഈ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കപ്പെടാൻ നിയുക്തരാണ്. ഇത് പ്രസംഗിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. ഇത് അനേകർ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരാം, അംഗീകരിക്കത്തില്ല. പക്ഷേ നാം നമ്മുടെ ദൗത്യത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. നാം ഒരിക്കലും പിറകോട്ട് പോകരുത് എന്നുള്ളതായ ആ വലിയ ദൂതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് പഠിക്കുവാനുള്ളത്. കാരണം ഇത് കേൾക്കാൻ ആകാംക്ഷയുള്ള അനേകർ ആ പട്ടണത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗം, രക്ഷിക്കപ്പെടുന്നവർക്ക് ശക്തി. ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ശക്തിയാകുന്നു. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ
പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നാം എപ്രകാരം ക്രൂശിനെ വീക്ഷിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ നാം ഒരു വസ്തുവിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ മൂല്യം സ്ഥിതി ചെയ്യുന്നത്. പഴയ ഒരുപക്ഷെ നമ്മുടെ കാലണ ഹോളുള്ളതായ ആ കോയിൻ, ചെമ്പ്, അത് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ് നത്തിങ്. എന്നാൽ ഒരു ആർക്കിയോളജിസ്റ്റോ അല്ലെങ്കിൽ പുരാതന വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതവന് ഒരു അമൂല്യമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നാം ഒരു വസ്തുവിനെ വീക്ഷിക്കുന്നത്, ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വസ്തുവിൻ്റെ മൂല്യം അളക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എത്തിസ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്കെപ്റ്റിസ്റ്റ്, സംശയവാദിയെ സംബന്ധിച്ചിടത്തോളം അവനെ ക്രൂസ് എന്ന് പറയുന്നത് ഒരു പോഷത്തരമാണ്. ഇറ്റ്സ് നത്തിങ് ടു ഹിം. കല്ലുകൊണ്ടോ അല്ലെങ്കിൽ സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഉണ്ടാക്കിയതായ ഒരു വസ്തു മാത്രമായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ക്രൂസ്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ്, അതിൻ്റെ വിലയറിഞ്ഞതായ മനുഷ്യൻ, അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്. എങ്ങനെ? നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി തൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ക്രൂശ് അപ്പോസ്തലനായ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രഷ്യസ് ആണ്. ഞാനും നിങ്ങളും അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിച്ചവരാണ്. അല്ലെങ്കിൽ ക്രൂസിൻ്റെ മഹത്വമെന്ന് പറയുന്നത് നാം ക്രൂസിലൂടെ കർത്താവിനെ ദർശിക്കുമ്പോഴാണ്. അല്ലെ, ക്രൂശിൻ്റെ അപ്പുറത്തായിട്ട് കാണപ്പെടുന്ന കർത്താവിനെ കാണുമ്പോഴാണ് ആ ക്രൂശിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ശൂന്യമാണ്, അതൊരു മരക്കാലുകൾ മാത്രമായിരിക്കും എന്ന് നാം മനസ്സിലാക്കും. അതായത് ക്രൂശിൽ കർത്താവ് കയറിയത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടത്, മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നാം ക്രൂശിനെ കാണുന്നത് വിളങ്ങുന്ന, തിളങ്ങുന്ന ഒരു ഓബ്ജക്റ്റായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂശ് ഭോഷത്വം ആയിരിക്കും. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ, ഒരു ലൗകികൻ്റെ വീക്ഷണമല്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വീക്ഷണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ബ്രിങ്സ് ഗ്ലോറി. ക്രൂസ് അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇതേ ക്രൂസ് തന്നെ എന്താണ്? നാശത്തിൻ്റെയും രക്ഷയുടെയും മാർഗം. ഒരു കൂട്ടർക്കത് നാശത്തിൻ്റെ അടയാളമെങ്കിൽ മറുകൂട്ടർക്ക് അത് രക്ഷയുടെ മാർഗമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും എഴുതുന്നത്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ക്രൂശ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ക്രൂശ് എന്ന് പറയുന്നത് ദൈവശക്തിയാകുന്നു എന്നാണ് അദ്ദേഹം. അതായത് രക്ഷ സ്വയമല്ല, ഇറ്റ് കംസ് ഫ്രം ഗോഡ്. ക്രൂശ് എന്ന് പറയുന്നത് രക്ഷയുടെ അടയാളമാകുന്നു. ആ രക്ഷയെന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം ഗോഡ് ആൻഡ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അവൻ്റെ
കൃപയാൽ നമുക്ക് ലഭിക്കുന്നതായ ഒരു സമ്മാനം ആകുന്നു. ഇത് നിരസിക്കുന്നവർക്ക് അത് വെറും ഒരു ഭോഷത്വം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തി. ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് പോകാം. അതായത് ക്രൂശിക്കപ്പെട്ട മശിഹ. ക്രൂശിക്കപ്പെട്ട മശിഹ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ക്രൂശിക്കപ്പെട്ട മശിഹയെ മനസ്സിലാക്കാൻ യഹൂദനും കഴിഞ്ഞില്ല, യവനനും കഴിഞ്ഞില്ല. യഹൂദൻ എന്താണ്? അവനെപ്പോഴും അടയാളത്തിൻ്റെ പുറകെയാണ് പോകും. അവനെ സംബന്ധിച്ചിടത്തോളം മശിഹ ഒരിക്കലും പരാജയപ്പെടുകയില്ല ഈ ഭൂമിയിൽ. എന്ന് പറഞ്ഞാൽ ക്രൂശിൽ മരിക്കേണ്ടുന്നതല്ല, അവൻ ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലാണ്, രാജാവായി വരികയും അങ്ങനെ ഈ ഭൂമിയിൽ റോമാ സാമ്രാജ്യത്തെ ഫിസിക്കലി തച്ചുടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് യഹൂദൻ കാത്തിരുന്നത്. എന്നാൽ യവനന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വചനങ്ങൾ, ക്രിസ്തു നൽകിയതായ വചനങ്ങൾ ഒരിക്കലും അവർക്കൊരു ജ്ഞാനമായി തോന്നിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടായിരുന്നു കർത്താവിൻ്റെ വരവും മരണവും എല്ലാം. ഈവൻ നമ്മുടെ ശിഷ്യന്മാർ പോലും ക്രിസ്തു ആരാകുന്നു എന്ന് അവർക്കും പൂർണ്ണമായി അറിയില്ലായിരുന്നു എന്ന്. ക്രിസ്തുവിനോടൊപ്പം അവർ സഞ്ചരിച്ചപ്പോൾ ഒരിക്കൽ അവസാനം ക്രിസ്തു അവരോട് താൻ ആരാകുന്നു, തനിക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, താൻ ക്രൂശിക്കപ്പെടുമെന്നും ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നൊക്കെ അവരോട് പറഞ്ഞപ്പോൾ പത്രോസ് ദേഷ്യപ്പെട്ട് ക്രിസ്തുവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഒരു ഭാഗത്ത് എന്ന് അവനെ ശാസിക്കാൻ തുടങ്ങിയെന്നാണ് രേഖപ്പെടുത്തി. മർക്കോസിൻ്റെ സുവിശേഷം 8:32. എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും ഇങ്ങനെ മരിക്കുവാനുള്ളവനല്ല, നീ ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ളവനാണ്, നീ റോമാ സാമ്രാജ്യത്തെ മടക്കിക്കേണ്ടവനാണ്. ഇതായിരുന്നു പത്രോസിൻ്റെ ചിന്ത. മറ്റൊരു ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഗലീലയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് തൻ്റെ അവസാന കാലത്തെക്കുറിച്ച് വീണ്ടും ക്രിസ്തു പറയുന്നുണ്ട്. ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവരെന്നെ കൊല്ലും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അവർക്കാർക്കും ഇത് മനസ്സിലായില്ല കർത്താവ് എന്താണ് പറയുന്നത് എന്ന്. കാരണം അവരൊക്കെ ക്രിസ്തുവിനെ മാനുഷികമായ കണ്ണുകളിലൂടെ വീക്ഷിക്കുകയും ലൗകികമായ ഈ ലോകത്തിൽ ജയം വരിക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിയായിട്ടായിരുന്നു അവരുടെയൊക്കെ വീക്ഷണം. എന്നാൽ താൻ അതല്ല എന്നുള്ളത് അവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. വീണ്ടും 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ക്രൂശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അവർക്ക് ഭ്രാന്തമായ ഒരു വികാരമായിരുന്നു. ഭ്രാന്തമായ ഒരു വികാരമായിരുന്നു. നമുക്കും ഇന്ന് we are not able to understand what it is. ക്രിസ്തു ആരാകുന്നു, എന്താകുന്നുവെന്ന് നമുക്കും ഇപ്പോഴും പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും തെറ്റിപ്പോകുന്നത്, തെറ്റ് ചെയ്യുന്നത്, പാപം പ്രവർത്തിക്കുന്നത്. ഇവിടെ ക്രൂശിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് രക്ഷാകവചമാകുന്നു, അത് പാപമോചനത്തിൻ്റേതാകുന്നു, വീണ്ടും അത് വെളിച്ചമാകുന്നു, അത് വിജയത്തിൻ്റെ പ്രതീകമാകുന്നു, അത് താഴ്മയുടെ ആൾരൂപമാകുന്നു. ഇതാണ് ക്രൂശ്. ആ ക്രൂശിനെ കുറിച്ച്, ആ ക്രൂശിൽ മരിച്ച മിശിഹയെ കുറിച്ചാണ്
നാം പ്രസംഗിക്കേണ്ടത്, അല്ലെങ്കിൽ നാം പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ദൂത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം എന്നുള്ളത്. പലപ്പോഴും നാം ഇന്ന് നമ്മുടെ ബുദ്ധിയിലൂടെ ചരിത്രത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പലപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ക്രിസ്തുവിനെക്കുറിച്ച് അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നാം പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഉയർന്നു വരുന്നില്ല എന്ന് തോന്നുന്നവരാണ്. അങ്ങനെ ഉയർന്നു വന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ പ്രതീക്ഷ നാം കൈവിടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ച് ദൂത് ഘോഷിക്കുക. അടുത്ത ഭാഗത്തേക്ക് വരാം. 5-ാമത്തെ ഭാഗം, വ്യാഴാഴ്ചത്തെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും ആകുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ പ്രധാനമായും 20, 30, 31 വാക്യങ്ങളാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്യുന്നത്. കുറേ വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എങ്കിലും ഈ 3 വാക്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കാം. അതിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ. 30-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും ആകുന്നു, വീണ്ടെടുപ്പുമായി തീർന്നു. 31-ാമത്തെ വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പോൾ നോക്കുക, ലോകത്തിൻ്റെ ജ്ഞാനം, നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് നോളജ്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവ്. ഈ ഭൗതികമായിട്ടുള്ള അറിവ് നമുക്കൊരിക്കലും നമ്മുടെ രക്ഷയ്ക്കായി ഉപയോഗിക്കുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ നോളജ്, അല്ല മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ഉപയോഗിക്കുന്നതായ, അവൻ കണ്ടുപിടിച്ചതായ അറിവുകൾ എല്ലാം തന്നെ ദൈവ മുൻപാകെ ഭോഷത്വമാകുന്നു എന്ന് നാം മനസ്സിലാക്കും. ഈ അറിവുകൾ ഒരിക്കലും പാപത്തിന് പരിഹാരമാകുന്നില്ല. പാപത്തിന് പരിഹാരമാകുന്നത് ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകൂ എന്ന് നാം മനസ്സിലാക്കും. അപ്പം അങ്ങനെ പാപത്തിന് പരിഹാരമാകാത്ത എല്ലാ മാനുഷികമായ അറിവുകളെയും ആണ് ഇവിടെ ഭോഷത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാപം മാറ്റി രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രൂശിൻ്റെ വചനം ശക്തിയാകുന്നു. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായ, അല്ലെങ്കിൽ പാപത്തെ നമുക്ക് നീക്കിക്കളയുവാൻ സാധിക്കുന്നതായ ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്കെപ്പോഴും അത് ശക്തിയാകുന്നു. ഇത് നമുക്കെന്ന് പറയുമ്പോൾ വിളിക്കപ്പെട്ട, ക്ഷണിക്കപ്പെട്ട ഏവർക്കും ദൈവത്തിൻ്റെ വചനം, ക്രൂശിൻ്റെ വചനം ശക്തിയാകുന്നു. മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസം തോന്നാം. അതിനൊരു ചെറിയ ഉദാഹരണം നമ്മൾ ഓർത്താൽ മതി. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ വിദേശ രാജ്യങ്ങളിലൊക്കെ അയച്ച് നമ്മൾ സാമ്പത്തികമായി ഉയരുന്നു. അപ്പോൾ ഈ സാമ്പത്തിക ശക്തി നമുക്കുണ്ടാക്കി നൽകിയത് നമ്മളുടെ കുഞ്ഞുങ്ങളാണ്. സെയിം തിങ്. എങ്ങനെ? പാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചെടുത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു, അല്ലെങ്കിൽ ക്രൂശിൻ്റെ ഈ സാക്ഷ്യം, വചനം നമുക്ക് എന്താകുന്നു? ശക്തിയാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ
ലോകം ഭോഷത്വം എന്ന് കരുതുന്നതായ ക്രൂശിൻ്റെ വചനം നമുക്കെന്താണ്? വിശ്വസിക്കുന്നതായ നമുക്ക് അത് രക്ഷയുടെ മാർഗമാകുന്നു. നമുക്ക് മാത്രമല്ല, ക്ഷണിക്കപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട സകലർക്കും. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തി മാത്രമല്ല, ജ്ഞാനവും ആകുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തി മാത്രമല്ല, ജ്ഞാനവും ആകുന്നു. എങ്ങനെ? പാപം പരിഹരിക്കുവാൻ അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് നാം മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്നുള്ളത്. അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ ജ്ഞാനം. കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും അവിടെ തന്നിട്ടുണ്ട്. ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ 4 വാക്കുകളെക്കുറിച്ച് അവിടെ പഠിക്കുന്നു. 1 ഭോഷത്വം, ദുർബലത, ശക്തി, ജ്ഞാനി. ഈ 4 വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ 4 കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ഭോഷത്വം, അവിടെ പ്രധാനപ്പെട്ടും പറഞ്ഞ ഒരു വാക്യം ഇതാണ്: ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ ഈ വാക്യം ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ദൈവത്തിൻ്റെ ഭോഷത്വം, അപ്പോൾ ദൈവം ഭോഷത്വം പ്രവർത്തിക്കുന്നവൻ ആകുന്നുവോ? അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ബലഹീനത, ദൈവം ബലഹീനതയുള്ളവനാകുന്നുവോ? ഇത് പൗലോസിൻ്റെ ഒരു പ്രയോഗം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എത്രമാത്രം ശക്തിയുള്ളവനും ജ്ഞാനമുള്ളവനും മനുഷ്യരെക്കാൾ എത്രയോ ഉന്നതൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നത്. ഇനിയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. എന്താണ് ഇതർത്ഥമാക്കുന്നത് എന്നുള്ളത്? എന്താണ് എന്ന് പറഞ്ഞാൽ, ലോകജ്ഞാനികൾ അല്ലെങ്കിൽ ജഡീക ജ്ഞാനമുള്ളവർ, ഭൗതിക അറിവുള്ളവർ, ശക്തന്മാർ, ലോകദൃഷ്ടിയിൽ കുലീനന്മാർ എന്ന് കാണുന്നവരെയല്ല ദൈവം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. പിന്നെയോ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? മത്സ്യത്തൊഴിലാളികളെ, മീൻ പിടിക്കുന്നവരെ, ചുങ്കക്കാരെ, പാപികളെ, സാധാരണക്കാരെ, അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ കർത്താവ് തിരഞ്ഞെടുക്കുകയും അവരിലൂടെയാണ് കർത്താവ് ഈ ലോകത്തിൻ്റെ ദൂത് നൽകിയത്. മറിച്ച് ഉന്നതന്മാരെയോ അല്ലെങ്കിൽ ജ്ഞാനികളെയോ അല്ലെങ്കിൽ വലിയ അറിവിൻ്റെ കേദാരങ്ങളായിരിക്കുന്നവരെയോ അല്ല കർത്താവ് തിരഞ്ഞെടുത്തത് എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ട് നാം ഇങ്ങനെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാം ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വലിയ ജ്ഞാനികളല്ല, അറിവുള്ളവരല്ല, വലിയ വ്യക്തിത്വങ്ങളല്ല. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മളെപ്പോലെയുള്ളവരാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരിക്കണം എന്ന് നാം ഓർക്കുക. യഹൂദന്മാരും യവനന്മാരും ക്രൂശിനെ സ്വീകരിച്ച് അവർക്ക് അത് ഭോഷത്വമായിരുന്നു. എന്നാൽ നമുക്കോ, നാം അതിനെ ദൈവീക ശക്തിയാക്കി മാറ്റേണ്ടവരാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആയിരിക്കണം, നമ്മുടെ സകലതും ആയിരിക്കണം. ആ ക്രൂശിലൂടെ നാം കാണുന്നതായ കർത്താവാണ് നമ്മുടെ എല്ലാം എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, വീണ്ടും ഒരു മനോഹരമായ
പാഠം പഠിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കിയതോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന വലിയ ദൂത് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം. ക്രൂശിൻ്റെ വചനം ഞങ്ങൾക്ക് അത് ശക്തിയാകുന്നു, ബലമാകുന്നു എന്ന് ഞങ്ങളെ മനസ്സിലാക്കിയതോർത്ത് സ്തോത്രം. ഞങ്ങൾ ആ ക്രൂശിനെ ഉയർത്തി കാണിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.